ഇഷ്ടമായിരുന്നു. പിന്നെ പിന്നെ അച്ഛൻ നേരത്തെ വീട്ടിലെത്താതെ ക്ലബിലൊക്കെ ചെന്നിരുന്ന് കള്ളുകുടിയും സിഗരറ്റ് വലിയും ഒക്കെ തുടങ്ങി. വന്നിട്ടെന്താ വിളിക്കായിരുന്നേ? ഇനി വരാൻ പറ്റില്ല എന്ന് പറയാൻ വന്നതാ. എന്താ 2 ദിവസമല്ലേ ഉള്ളൂ? ആണുങ്ങൾ മാത്രമുള്ള വീട്ടില് പോണ്ടെന്നാ പറയണേ. ഇന്നെൻ്റെ മോള് വരുന്നുണ്ട്. വെക്കേഷൻ കഴിഞ്ഞവർ ഇവിടെ ഉണ്ടാവും. അതുവരെയെങ്കിലും ഒന്ന്. ഈ 2 ദിവസം കൊണ്ട് തന്നെ വലിയ കുഴപ്പമായിരിക്കുക. അതിന് ഞാനെന്തെങ്കിലും? അയ്യോ, നിങ്ങളൊന്നും ചെയ്തിട്ടല്ല. നിങ്ങളെ ഭാര്യ എന്നോട് പെണ്ണുങ്ങളില്ലെന്ന് പറഞ്ഞു കൊടുത്തത്. ഞാൻ പോട്ടെ, ഓരിൻ്റെ അവിടെ കാത്തുക്കുന്നു. ആണോ? എവിടെ? അവിടെ. ഞാനൊന്ന് പറഞ്ഞു നോക്കിയാലോ? നിങ്ങളങ്ങോട്ട് വരിക ചെയ്യരുത്. നിക്ക് 2 ദിവസം ജോലി ചെയ്തല്ലേ പോലെ. ശരി. ഹലോ, എന്തായിരുന്നു? സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നോ? ഇല്ല. ഉമ്മിയോ? എന്താ കാര്യം പറ. നിങ്ങൾക്കറിയില്ലേ വെക്കേഷൻ അവൾ എന്റെ കൂടെയാ വരേണ്ടെന്ന്? പിന്നെന്താ അവളി വെക്കേഷൻ അച്ഛന്റെ കൂടെയാന്ന്? ഇത് എന്നോട് പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ കൂട്ടാൻ വരാണ്ടിരുന്നാ മതി. അതെന്തിനാ പ്രായമുള്ളേ? അല്ലല്ല, ഇനിയിപ്പോൾ അത് പറ്റൂല. ഓ, എന്തോ? ഇത് കേരളമാണോ? സൗദി അറേബ്യ ഒന്നുമല്ല. അങ്ങനെ വിശ്വാസമുള്ളവർ വന്നാൽ മതി. ഓ, ഓക്കെ ഓക്കെ. എന്തിനാ ഉമ്മി വെറുതെ ഇങ്ങനെ സമയം കളയുന്നത്? അച്ഛൻ വരുമൊന്നുമില്ല. ഞാൻ വിളിച്ചിരുന്നു. ഞാനും വിളിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ പെരുമാറുന്നേ? ബർത്ത്ഡേ അച്ഛൻ്റെ കൂടെയാന്ന് വാക്ക് വന്നല്ലേ? അന്ന് അമ്മയെ സമ്മതിച്ചല്ലോ. വരുന്നുണ്ട്. എന്നാ പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു? ഞാൻ വരണ്ടാന്ന് പറഞ്ഞാൽ അമ്മ വരും. എന്നെ നാണം കെടുത്തുന്നൊന്നും ആളുടെ മുമ്പിൽ പറയരുത് കേട്ടോ. പോകണ്ടേ? പോണം. ഒപ്പിടണ്ടേ? ആ, ഒപ്പിടണം. വരൂ, ഇരിക്കൂ. ഇത്
എന്താ ഒരു തർക്കം? അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ എന്താ ശ്രീലക്ഷ്മി? അമ്മ സമ്മതിച്ചതാ, അച്ഛന്റെ കൂടെയാ. ഓ ഞാൻ തറവാട്ടിലാണ്, അമ്മയ്ക്ക് സുഖമില്ല. വേണുഗോപാലും മിസ്സസും ലിസി മിസ്സിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. ആ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഏത് തരത്തിലുള്ള പ്രശ്നവും ഞങ്ങളുടെ പരിഗണനയിൽ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ പേഴ്സണൽ ആണെന്നൊക്കെ തോന്നും, പക്ഷേ മിസ്റ്റർ വേണുഗോപാൽ, ഞാനിവിടെ നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയാൻ ശ്രമിക്കുകയാണ്. എന്ത് കാര്യം? കണ്ടോ, നിങ്ങൾ ടെമ്പറാണ്. ഒരു കൗൺസിലിംഗ് ആവുമ്പോൾ. കൗൺസിലിങ്ങോ? എന്ത് കൗൺസിലിംഗ്? നിങ്ങളോടാരാ കൗൺസിലിംഗ് ചെയ്യാൻ പറഞ്ഞ? ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി. നിങ്ങളുടെ ഡ്യൂട്ടി പിള്ളേരെ പഠിപ്പിക്കലാണ്. കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ചെയ്താൽ മതി. ദിസ് ഈസ് ടു മച്ച്. പ്രിൻസിപ്പൾ പറഞ്ഞിട്ടോ? സോറി. അത് അമ്മയാ. കാറ് മാറിയ ഇവൾക്ക് അവിടുന്ന് ഇതിനും മാത്രം കാശ്. അയ്യേ, ഇത് സുമാൻറ്റിയുടെ കാറാ. അമ്മയുടെ 800 ഓടുന്നില്ല. അമ്മയ്ക്ക് എവിടെ നിന്ന് ഇത്ര അധികം കാശ്? ഇപ്പം അമ്മയുടെ വണ്ടി കണ്ട് ആക്രിയാന്ന് തോന്നുന്നു. പാവം അമ്മ. ഇന്ന് 3ാമത്തെ തവണയായി പാവം പറിച്ചിൽ. ഇന്നേ വരെ എപ്പോഴെങ്കിലും അച്ഛൻ പാവാന്ന് പറഞ്ഞിട്ടുണ്ടോ നീ? അച്ഛൻ എങ്ങനെ അറിയാം ഞാൻ പറഞ്ഞിട്ടില്ലാന്നു? അമ്മയെ കണ്ടില്ലല്ലോ. അവള് വേറെ വഴി എങ്ങനെ പോയിട്ടുണ്ടാവും. വേറെ വഴിയൊന്നുമില്ല, ഈ വഴിയല്ലേ ഉള്ളൂ. അമ്മയുടെ നമ്പറില്ലല്ലോ. അമ്മയുടെ നമ്പർ നിനക്കറിയില്ലേ? അറിയാനിട്ടല്ല, കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാന്നാ പറഞ്ഞേ.
അല്ല, മകളാണ്. ഇതാരാ? ഇത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്നാ. ആക്സിഡന്റ് ആയി ഇവിടെ അഡ്മിറ്റ് ആണ്. കുട്ടി അച്ഛനോട് പറഞ്ഞോളൂ.